സോ പ്രിയപ്പെട്ട സൂര്യ ടി വി പ്രേക്ഷകരെ ആൻഡ് നമ്മുടെ പ്രിയപ്പെട്ട കാണികളെ, ഇത് നിങ്ങളുടെ ഫേവറേറ്റ് പ്രോഗ്രാം മൈ ജി ഫ്യൂച്ചർ അടിച്ചു കേറി വാ, കോ ബ്രാൻഡഡ് ബൈ KSFE ഹാർമണി ചിട്ടികൾ, സ്പെഷ്യൽ പാർട്ണർ ഹാപ്പി ജാം. അങ്ങനെ എമ്മോട്ടിയിൽ വീണ്ടും നിറഞ്ഞ ജനസാഗരത്തിന്റെ ഇടയിൽ നിന്ന് നമ്മൾ അടുത്ത ഒരു അല്ലേ അതെ അടുത്തൊരു മത്സരം അത് അടിച്ചു കയറി വാട ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെഗ്മെന്റ് ചെയ്യാൻ പോകുന്നത്. അതായത് പ്രേക്ഷകരുടെ അഭിപ്രായം മാനിച്ചിട്ട് ഈ എപ്പിസോഡിലൊക്കെ പങ്കെടുത്ത് മത്സരത്തിൽ വിജയികളാകാൻ പറ്റാത്ത കുറച്ച് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. അവസരം കിട്ടാത്തവരുണ്ട്. അവർക്കൊക്കെ അവസരം നൽകുന്ന ഒരു എപ്പിസോഡാണ്, ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. ഒരു ലൂസേഴ്സ് ഫൈനൽ ആണ് നമ്മൾ ഇവിടെ സംഘടിപ്പിക്കാൻ പോകുന്നത്. നേരത്തെ നമ്മുടെ റിസർവ് ബെഞ്ചിലുള്ള എല്ലാവരെയും നമ്മൾ ഇങ്ങോട്ട് വിളിക്കാം. വരൂ നിങ്ങൾ വരൂ. നമ്മുടെ രണ്ട് സൈഡിലുമായിട്ട് 6 പേര് നിരന്നു കഴിഞ്ഞു. ഒപ്പം തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്നത്തെയും പോലെ തന്നെ നമുക്ക് പറയേണ്ടി വരും. അളിയ ആരൊക്കെ? അതെ, ഇത് നമ്മുടെ ഒപ്പം ഇത് 5ാം തവണ എത്തിയിരിക്കുകയാണ് നമ്മുടെ പെയ്തൊഴിയാതെ സീരിയലിലെ ഹേമയും അതുപോലെ തന്നെ ചാരിനിക്കും ഒക്കെ. അങ്ങനെ അവർ രണ്ടുപേരും എത്തിയിട്ടുണ്ട്. സ്വാഗതം, നിങ്ങൾക്കും സ്വാഗതം. അളിയ ഞാൻ ഒരു കാര്യം പറയട്ടെ, 5 തവണയിലും 4 തവണയും ഉമ്മച്ചേച്ചി നിന്റെ കൂടെ ആയിരുന്നു. എനിക്ക് ഇങ്ങനെ എനർജി എടുത്ത് തൊണ്ടയിട്ട് അലക്കാനൊന്നും വിജയ്ക്ക് ഒരു യങ് ആള് നിന്നേ പറ്റുള്ളൂ. ഞാനും ചാരാൻ പറ്റിയതാണ്. പക്ഷെ ഒരു നാട്ടിൽ വിളിക്കുന്ന ഏണി എന്നാണ്. അതല്ല ഞാൻ ചോദിക്കുന്നത്, യവനെ സഹിക്കാനേ പാടാണ്. ചേച്ചി ഉള്ളത് കൊണ്ടാണ് എങ്ങനെയെങ്കിലും പിടിക്കുന്നത്. ഈ രണ്ടും കൂടെ അപ്പുറത്തെ സൈഡിൽ പോയാൽ മിണ്ടാ പ്രാണികളായ നമ്മൾ എന്തോന്ന് ചെയ്യും? ആര് മിണ്ടാ പ്രാണി? നീയോ? ചാരുവോ? ചാരു നിന്റെ കാര്യം കട്ട പുക, അത്രേ ഉള്ളൂ. ചാരു സടകൂടം ഞാൻ അങ്ങോട്ട് എണീറ്റേക്കണേ. നോക്കിക്കോ, ഞാൻ ഇങ്ങോട്ട് വന്നല്ലോ. നോക്കിക്കോന്നല്ല, അങ്ങോട്ട് അടിച്ചു കയറണം. രണ്ടുപേരൊക്കെ മത്സരിക്കാൻ പറ്റത്തുള്ളൂ. ആ 2 പേര് ആരൊക്കെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിജയുടെ ജീവിതത്തിൽ നിന്നും ഇൻസ്പയർ ആയ ഒരു ഗെയിമാണ്. വിജയ് ഡെയിലി സ്ഥിരമായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. അതായത് നിങ്ങളിൽ ആ അവസരം തരുമ്പോൾ, മൈക്ക് നിങ്ങളുടെ കയ്യിൽ തരുമ്പോൾ കല്ല് വെച്ച നുണകൾ പറയണം. ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത കള്ളം. ഒരു സെന്റൻസിൽ 3 നുണകൾ പറയണം. റെഡി? അവസരം കൊടുക്കാം, പറഞ്ഞോ. ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും സൗന്ദര്യം കുറഞ്ഞ ഒരു വ്യക്തിയാണ് ചേച്ചി. സത്യം. അടുത്തത്, ഇതുവരെ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. 2. ഞാൻ ഇവിടത്തെ ഒരു കളക്ടറായിട്ട് മാറും. 3 കള്ളങ്ങൾ. ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ആണ്. മിസ് വേൾഡ് ഇന്ന് ജയിച്ചതേ ഉള്ളൂ. 2. ലോകത്തിലെ ഏറ്റവും വലിയ ഗെയിംസിൽ ഞാനാണ് ഗോൾഡ് മെഡൽ. എന്റെ കല്യാണം കഴിഞ്ഞു. എനിക്ക് 4 പിള്ളേരുണ്ട്. ഇനി പിന്നെന്ന് വെച്ച് കഴിഞ്ഞാ മിനിങ്ങാന്ന് ഞാൻ പാറയുടെ മണ്ടേന്ന് വീണപ്പോ മലയുടെ മുകളിലായിപ്പോയി. കഴിഞ്ഞ ജൂൺ 3-ാം തീയതി വിരാട് കോഹ്ലിയുടെ RCB ടീമിന് വേണ്ടി കളിച്ചു. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. ഇന്നലെ തമന്നയുടെ ഡേറ്റിന് പോയിരുന്നു. ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയത്, ലാൻഡ് ചെയ്തത്. തമന്നയുടെ ഡ്രസ്സിന്റെ കളർ എന്തായിരുന്നു? ഐ തിങ്ക് ബ്ലാക്ക് ആണ്. കുറെ പേര് കാണുന്നോണ്ട് എന്റെ ഹെലികോപ്റ്റർ ബിൽഡിങ്ങിന്റെ മുകളിലാണ് പാർക്ക് ചെയ്തേക്കുന്നത്. മുകളിലാണ്. അവൻ വിജയുടെ സൈഡിൽ നിന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ ഗുരുവായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. നമ്മള് വിജയേട്ടൻ ഒരു തത്തമ്മ പച്ച ചട്ടി ഇട്ടുകൊണ്ട് ആട്ടുമേക്കാൻ പോണ ഞാൻ കണ്ടായിരുന്നു. തത്തമ്മ പച്ച ചട്ടി ഇട്ടുകൊണ്ട് ആടുമേക്കാൻ പോണ ഞാൻ കണ്ടായിരുന്നു. ഇല്ല, പിന്നെ നമ്മള് തണ്ണീലിയോണല്ലേ, നാളെ എന്നെ ഡേറ്റിന് വിളിച്ചിട്ടുണ്ട്. അങ്ങോട്ടൊന്ന് പോകണം. അവർക്ക് അങ്ങനെ തന്നെ വേണം. അവർക്ക് വേണം എന്ന് പറയുമ്പോഴേ നമ്മളെ ഇവിടത്തെ സെക്കൻഡ് ഡാറ്റ ഇല്ലേ, നമ്മളെ പുള്ളിക്കാരനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പകുതി ഷെയർ എനിക്ക് തരാന്ന് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരന്റെ മോളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ടൊവിനോ തോമസ് ഇന്ന് രാവിലെ എന്നെ പ്രൊപ്പോസ് ചെയ്തു. എന്റെ പുറകെ നടക്കുവാണ്. ഭയങ്കര ശല്യമാണ് എനിക്ക്. പിന്നെ ഞാനിവിടെ വന്നത്
പുതിയ ബെൻസ് കാറിലാണ്. ആ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ ഡെയിലി രാവിലെ സ്വപ്നം കാണുന്ന ഒരു കാര്യമാണ് ഇവൻ പച്ച ഷർട്ട് ഇട്ട് ആട് മേയ്ക്കാൻ പോണത്. അത് കൃത്യമായിട്ട് ഗസ് ചെയ്ത നിന്നെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നു. കൈയടിക്കോ. ഇനി രണ്ടുപേര് ഏതാണ്ട് ഒരേപോലത്തെ കള്ളമൊക്കെ പറഞ്ഞ്, പക്ഷെ അതിൽ ഇന്ന് നമ്മള് പച്ചക്ക് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. പച്ച കളറിട്ട് ഇവിടെ എത്തിയിരിക്കുന്നു. അനശ്വരനെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അടുപ്പോളെ ഈ മത്സരത്തിൽ നിങ്ങൾക്ക് മുന്നിലുള്ളത് 3 റൗണ്ടുകളാണ്. ആദ്യത്തെ റൗണ്ട് വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന 5000 രൂപയുടെ സമ്മാനങ്ങളാണ്. രണ്ടാമത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10000 രൂപയുടെ സമ്മാനങ്ങൾ. മൂന്നാമത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 15000 രൂപയുടെ സമ്മാനം. വിഷമം പോലെ അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്നത് 30000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളുമായിട്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റും. എന്റെ പേര് അനശ്വര എന്നാണ്. ഞാൻ കാരക്കമണ്ഡലം സ്വദേശിനിയാണ്. ഞാൻ NSS തിരുമംഗര കോളേജിൽ പഠിക്കുന്നു. ലിറ്ററേച്ചർ സ്റ്റുഡന്റ് ആണ്. അവിടെ NSSലെ സെക്രട്ടറി ആണ്. ഒപ്പം അതിനോടൊപ്പം സോഷ്യൽ സർവീസ് കൊണ്ടുപോകുന്നുണ്ട്. എന്റെ പേര് വിശാൽ. ഞാൻ മുല്ലൂർ എന്നാണ് പറഞ്ഞത്. വിഴിഞ്ഞ മുല്ലൂർ. അടിപൊളി. 4-5 അവാർഡിൽ ഹരിതകർമ്മ സേനയിൽ വർക്ക് ചെയ്യാണ്. ഓ, കുറെ സോക്സുകൾ നിരത്തിയിട്ടുണ്ട്. ഈ സോക്സ് കാലിലേക്ക് ഇടുക, അത്രേ ഉള്ളൂ. പക്ഷെ ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു കാലിൽ ഇടാൻ പറ്റും. അതും വലിയൊരു പ്രശ്നമല്ലല്ലോ. ഒരു കൈ ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ സോക്സ് കാലിലിടുന്ന ആളായിരിക്കും ജയിക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഒരു സോക്സ് ഇട്ടതിന്റെ പുറത്തൂടെ വേണം അടുത്ത സോക്സ് ഇടാൻ, കേട്ടോ. അങ്ങനെ ഈ 60 സെക്കൻഡ് കഴിയുമ്പോൾ ആരുടെ കാലിലാണ് ഏറ്റവും കൂടുതൽ സോക്സ് ഉള്ളത് കിളിപ്പച്ചെ, അവരായിരിക്കും വിജയിക്കാൻ പോകുന്നത്. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഏറ്റവും കൂടുതൽ സോക്സുകൾ ഇടേണ്ടതാണ്. താഴെ വെച്ചിടാം. അതെ, സിമ്പിൾ ഇട്ടോ. അതെ അതെ, 5000 രൂപയ്ക്കുള്ള അടിപൊളി ഗെയിമിലേക്കാണ്. ഈ കൊക്ക് ഒറ്റക്കാലിൽ നിൽക്കുന്ന കണ്ടിട്ടില്ലേ? സോക്സ് നമ്പർ 1, സോക്സ് നമ്പർ മലബാർ 2, 3, 4, 5. ഇനി ആ കയാലും കൂടെ ഒരു വെളിയിടുക. അങ്ങനെ 5 സോക്സ് ആണ് അനശ്വരായിട്ടിരിക്കുന്നത്. കൈയടിക്കോ. 1, 2, 3. അങ്ങനെ 5 സോക്സുകൾ ഇട്ടുകൊണ്ട് എന്റെ ടീമിൽ നിന്ന് അനശ്വര വിജയിച്ചിരിക്കുകയാണ്. കൈയടി. 5000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളാണ് ലഭിക്കുന്നത്. എയർ ഫ്രയറും തേപ്പൂട്ടിയും. നമ്മളിപ്പോ മത്സരം മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് ഒരു ചോദ്യം നിങ്ങളുടെ രണ്ടുപേരോടും ചോദിക്കാനുള്ളതാണ്. നമ്മുടെ ബാലൻ മാഷില്ലേ, ബാലൻ മാഷ് ചാരുവിന്റെ അച്ഛനിൽ നിന്ന് ഒരു വെല്ലുവിളി ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ച് നിങ്ങളുടെ രണ്ടുപേരുടെ അഭിപ്രായം എന്താണ്? ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? ആ വെല്ലുവിളി എന്തായാലും എനിക്ക് താല്പര്യമില്ലാത്തൊരു വെല്ലുവിളിയാണ്. അത് നടത്താൻ ഞാൻ എന്തായാലും സമ്മതിക്കില്ല. ചാരു എന്താ പറയുന്നത്? അത് എന്റെ ബാലമാമ ആയ കാരണം അത് നേരിന്റെ വഴി കൂടെ മാത്രമേ ആള് നടത്തുള്ളൂ. സോ അതുകൊണ്ട് അത് സത്യവും നീതിയുള്ളതായിരിക്കും. ഞാൻ അതില് ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പൊ അത് എന്താണ് അവര് തമ്മിലടുത്തുള്ള തീരുമാനം എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ? പെയ്തൊഴിയാതെ ഒരു KK രാജീവ് പരമ്പര. അപ്പൊ നമുക്ക് ഇത്രയും നേരം ഞങ്ങളുടെ ഒപ്പം നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഓഡിയൻസിന് സമ്മാനം തരാനുള്ള ഒരു സമയമാണ്. നിങ്ങളോട് ഞങ്ങൾ ചോദ്യം ചോദിക്കുന്നു. ഉത്തരം അറിയാമെങ്കിൽ കൈപൊക്കുക, ഞങ്ങൾ അടുത്തേക്ക് വരും. അപ്പോൾ സൂര്യ TVയിൽ സംപ്രേഷണം ചെയ്യുന്ന ചട്ടമ്പി പാറു എന്ന സീരിയലിൽ പാറുവിനെ ഹോസ്റ്റലിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ആര്? അപ്പൊ അതാ നമ്മുടെ പിള്ളേരെ കൊടുക്കുക. അവർക്ക് അറിയായിരുന്നു ഉത്തരം. ആ മോക്ക് കൊടുത്ത ഗിഫ്റ്റ്. മോൾ ഓടിവാ. ചോദിച്ചാളെ ആൻസർ പറഞ്ഞേ. കൈലാസ്. കറക്റ്റ് ആൻസർ ആണ്. കൈലാഷ്. മോക്ക് ലഭിക്കുന്നു ഡീപൂൾ കാർ ഷാമ്പ് നൽകുന്ന ഒരു സമ്മാനം. ചട്ടമ്പി പാറു സീരിയലിൽ തന്നെ പാറുവിനെതിരെ മോഷണ കുറ്റം ചുമത്തി പാറുവിനെ ടെക്സ്റ്റൈൽസിൽ നിന്ന് പുറത്താക്കിയത് ആരാണ്? മുക്ത. 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 അടിപൊളി.
മുക്ത എന്നുള്ള കറക്റ്റ് ഉത്തരം തന്ന ചേച്ചിക്ക് ഫാം ഹൗസിന്റെ മിൽക്ക് ആൻഡ് പക്ഷെ കേർഡ്. ചേച്ചി സൂര്യ ടിവിയുടെ അസറ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാ സീരിയലും serial കൃത്യമായിട്ട് അറിയാം. കാണും, എല്ലാ കഥാപാത്രങ്ങളെയും കൃത്യമായിട്ട് അറിയാം. സോ ചേച്ചി ലവ് യു. അപ്പൊ നമ്മൾ അടുത്ത റൗണ്ട് മത്സരങ്ങളിലേക്ക് പോവാണ്. 10,000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളുള്ള റൗണ്ടാണ്. ഈ റൗണ്ടിലേക്ക് നമ്മൾ അറിയാലോ എന്താണ് ചെയ്യാൻ പോകുന്നത്. ഈ റൗണ്ട് നമ്മൾ തോറ്റു കഴിഞ്ഞാൽ നമ്മുടെ സമ്മാനങ്ങളെല്ലാം അദ്ദേഹത്തിന് കിട്ടുന്നതാണ്. 10,000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളാണ്. ഒരു മിക്സി ഉണ്ട്, ഒരു വാട്ടർ പ്യൂരിഫയർ ഉണ്ട്, ഒരു കെറ്റിലുണ്ട്, ഒപ്പം തന്നെ നമ്മുടെ തേപ്പ് പൊട്ടിയും എയർ ഫ്രയറും കൂടെ കിട്ടും. രൂപയുടെ സമ്മാനങ്ങളാണ് കിട്ടാൻ പോകുന്നത്. ഇവിടെ ഒരു ബ്ലാക്ക് ബോർഡ് ഉണ്ട്, ഒപ്പം തന്നെ ഒരു ചോക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു മാറ്റർ പറഞ്ഞു തരും, ഒരു സബ്ജക്റ്റ് പറഞ്ഞു തരുമ്പോൾ അത് നിങ്ങളുടെ ബ്ലാക്ക് ബോർഡിൽ നിങ്ങൾ വരയ്ക്കണം. പറയാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ളതാണ്. നിങ്ങളൊരു മോൾ ഓഫ് ട്രാവൻകൂർ നിങ്ങളുടെ ബ്ലാക്ക് ബോർഡിൽ വരയ്ക്കണം. ഒപ്പം തന്നെ അതിന്റെ ഫ്രണ്ടിൽ സുന്ദരന്മാരായ എന്നെയും ശിവനെയും കൂടെ വരച്ചു വെക്കണം. ഇത്രയേ ഉള്ളൂ. ഒരു സംഭവം ഉണ്ട്. ഞങ്ങൾ നൈസായിട്ട് നിങ്ങളുടെ കണ്ണങ്ങ് പൊത്തും. കണ്ണു മൂടും. കണ്ണ് മൂടി ബ്ലൈൻഡ് ഫോൾഡിലാണ് വരയ്ക്കേണ്ടത്. സെക്കൻഡ് സമയമാണ്. മോൾ ഓഫ് ട്രാവൻകൂർ അതിന്റെ ഫ്രണ്ടിൽ 2 മിടുക്കന്മാരായ ആങ്കറുകളെ വരയ്ക്കണം. ഓക്കേ, ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അതെന്തോന്ന് വരാ? അത് ഏത് മോള്? സ്ട്രൈറ്റ് ലൈൻ. ഇതൊരു പ്രത്യേക മോളാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. അടിപൊളി. യെസ്, പെർഫെക്റ്റ്. ഏകദേശമൊക്കെ ശരിയായി വരണുണ്ട്, നീ തെറ്റിക്കരുത്. ഇത് മറ്റേ SOS കളിക്കാനുള്ള കളം പോലെ ഉണ്ട് കേട്ടോ. ഓക്കേ, കറക്റ്റ് ആണ്. എന്റെ കൊച്ചിനെ അവൻ സ്ട്രാറ്റജി വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നീ അല്ല വിശ്വസിക്കുന്നവനെ. ചേച്ചി, സത്യമായിട്ട്. അല്ലേ? ചെടി എടീ, ഒരു രക്ഷയില്ല. അവിടെ ഈ ചെടിയൊക്കെ മുല്ലൂരിലെ വരയ്ക്കുന്നുണ്ടോ? ചെടിയൊക്കെ വരയ്ക്കുന്നുണ്ടേ. ഇവ ഹരിതകർമ്മസേനയില് അവന്റെ കണ്ണ് നേരിട്ട് ചെക്ക് ചെയ്ത്. വരയിലേക്ക് പോയിരിക്കുകയാണ്. 5, 5 seconds. 4, അവന്മാരെ വേണ്ട, 3, ദേ വരച്ചോ. 2, Yes, yes, yes. ഒരാളും കൂടി, ഒരാളും കൂടി. 0. Stop. yes. ഓക്കെ, ഇത് നിങ്ങൾ കണ്ടോ? ഇത് നിങ്ങൾ നോക്കുമ്പോ മോൾ ഓഫ് ട്രാവൻകൂർ ഫ്രണ്ട് അവിടെ ഗാർഡൻ വെച്ചിട്ടുണ്ട്. നമ്മൾ മറ്റേ മേളില് ചെടികള്. ആ ചെടികളാണ് ഈ കാണുന്നത്. ഇനി ഞങ്ങള് രണ്ടുപേരും വരയ്ക്കാൻ ബുദ്ധിമുട്ടായോണ്ട് ഞങ്ങളുടെ പരിപാടിയുടെ പേര് എഴുതി വെച്ച് അടിച്ച് കയറി വാ. അല്ല അത് അതൊന്ന് ആലോചിച്ച് അത് brilliant idea അല്ലേ? കൈയടിച്ച് അടിച്ച് കയറി വായിൽ ഞങ്ങൾ രണ്ടുപേരും. അല്ല ഭയങ്കര ക്രിയേറ്റിവിറ്റി ഒക്കെയാണ്. പക്ഷെ അത് അവിടെ ഇരിക്കട്ടെ. പറഞ്ഞ സാധനമാണ് വരയ്ക്കേണ്ടത്. ഇനി അടുത്ത ഇവിടെ നോക്കൂ. നോക്കട്ടെ. നമ്മൾ 2 ടൂണ് പിന്നെ എമ്മോട്ടി ബോർഡ് മുകളിലാണ് വെക്കേണ്ടത്. അത് സ്ക്രൂ അളവ് താഴെ പോയി. അതാണ് കുറച്ച് താഴെ പോയത്. സ്ക്രൂകളെ താഴെ Good. രണ്ടുപേരും നിപ്പുണ്ട് ഇവിടെ. അടിപൊളി. ഓഡിയൻസിന് ഇവിടെ ആണേ. അതെ അതെ. ഇതിനാണ് മോൾ ഓഫ് ട്രാവൻകൂർ ഞങ്ങളാണെന്നുള്ളവർ നന്നായിട്ടൊന്ന് കൈയടിച്ചേ. കമോൺ. മുല്ലൂരിലെ ഹരിതകർമ്മസേനയുടെ വിശാലിന്റെ എമ്മോട്ടിയും നമ്മളുമാണ് കറക്റ്റ് എന്നുള്ളവരൊന്ന് കൈയടിച്ചേ. അയ്യാ, ജയിച്ചടാ. രൂപ ആദ്യം നിങ്ങൾ നേടി. പക്ഷേ രണ്ടാമത്തെ ലെവലിൽ 10,000 രൂപയുടെ ബെറ്റ് വെച്ചപ്പോ കിട്ടിയത് ആർക്ക്? 18 അടവ് മുണ്ട് മുറി തലയിൽ കെട്ടിയടാ. വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒന്നായിട്ട് ഒന്ന് കൈയടിച്ചു കൊടുത്തേക്കണേ പ്ലീസ്. അവൻ ആദ്യമായിട്ടാ ജയിക്കുന്നത്. അപ്പൊ പ്രേക്ഷകരെ നിങ്ങൾ മറക്കണ്ട, KSFE ഹാർമണി ചിട്ടികളിൽ ഓടിപ്പോയി ജോയിൻ ചെയ്തോളൂ. ചേരുന്ന 100 പേർക്ക് ലഭിക്കുന്നു ബമ്പർ സമ്മാനമായി സിംഗപ്പൂർ യാത്ര. ഓക്കെ, അപ്പൊ നമ്മുടെ ഓഡിയൻസിന് സമ്മാനങ്ങൾ കൊടുക്കാനുള്ള നറുക്കെടുപ്പിന്റെ ഐറ്റമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ഷാനിദ ഈസ്റ്റേൺ കറി പൗഡർ നൽകുന്ന ഗിഫ്റ്റ് ആമ്പർ ഈസ്റ്റേൺ 5 മിനിറ്റ്സ് കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽസ് ഈ കവറിലുണ്ട്. വീട്ടിൽ പോയി ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ഓക്കെ. അങ്ങനെ 3rd ലെവലിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതിന്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് 15,000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതായത് ടോട്ടൽ ഈ റൗണ്ട് കൂടെ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നു 30,000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങൾ. ഈ എപ്പിസോഡിന്റെ ഗ്രാൻഡ് ഫിനാലെയാണ്. അപ്പൊ ഇതിന്റെ സെറ്റപ്പ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയല്ലോ എന്താണ് ഗെയിം എന്ന്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ്. ആദ്യമേ നമ്മൾ ഈ ബോൾ എടുക്കുന്നു, ആദ്യത്തെ ഗ്ലാസിന്റെ മുകളിൽ വെക്കുന്നു,
നിങ്ങൾ ഊതി ഊതി ഓരോ ഗ്ലാസ്സിൽ നിന്ന് വീഴ്ത്തി ഈ ബൗളിലേക്ക് വീഴ്ത്തിക്കണം. ഇതാണ് നിങ്ങളുടെ ഗെയിം. നിങ്ങൾക്ക് 60 സെക്കൻഡ് സമയമാണുള്ളത്. ആ 60 സെക്കൻഡ് സമയത്തിനുള്ളിൽ ആദ്യത്തെ 3 ബോൾ ആരാണ് ഊതി വീഴ്ത്തുന്നത് അവരായിരിക്കും വിജയിക്കുന്നത്. അതല്ലെങ്കിൽ 60 സെക്കൻഡിനുള്ളിൽ ഏറ്റവും കൂടുതൽ ബോൾസ് ആ ബൗളിലേക്ക് ഇടുന്ന ആളായിരിക്കും ജയിക്കുന്നത്. നേരത്തെ 15,000 രൂപയുടെ ഗിഫ്റ്റ് ഇപ്പോൾ അളിയന്റെയിലാണ്. എന്നാൽ ഇപ്രാവശ്യം 15,000 രൂപയുടെ ഒരു വാഷിംഗ് മെഷീൻ കൂടെ നമ്മുടെ ഈ മത്സരത്തിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 30,000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. And your time starts now. താഴോട്ട് ഒതുക്കിയോ. 3 എത്തിയാ ജയിക്കും. 3 എത്തിയാ ജയിക്കും. അത് വിടക്കാൻ പറ്റില്ല. ഇതാ ജയിക്കുന്നതിന്റെ വക്കിൽ ഒരെണ്ണം കൂടെ മതി. അമിതാവേശം ആപത്ത്. വിശാലെ ഒരേ ഒരെണ്ണം. 2. വെള്ളം ഒഴിച്ചു കൊടുത്തോട്ടാ. വെള്ളം നയിക്കാൻ പറ്റില്ല. പിന്നെ വെള്ളം. അയ്യോ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. സൂപ്പർ. അപ്പം 3-ാം ലെവലിലെ മത്സരം തീർന്നിരിക്കുമ്പോൾ ഒരു ബൗളിൽ അനശ്വരയുടെ ബൗളിൽ ഒരു ബോളും കാണാനില്ല. അനശ്വരയുടെ ബൗളിൽ മൊത്തം കുറെ ബോൾസ് ഉണ്ട്. ഒരു ബൗളും കാണാനില്ല. പക്ഷേ മുല്ലൂരിൽ നിന്ന് വന്ന നമ്മുടെ പ്രിയപ്പെട്ട ഹരിതകർമ്മസേന പ്രവർത്തകനായ വിശാലിന്റെ ബൗളിൽ ഇതാ 2 ബോള് ഉണ്ട്. അപ്പൊ പ്രിയപ്പെട്ട നമ്മുടെ ജഡ്ജസിന് തീരുമാനിക്കാൻ എന്താണ് വേണ്ടതെന്നുള്ളത്. ഒന്നുമില്ല, എന്ത് തീരുമാനിക്കുക. ഏറ്റവും കൂടുതൽ ബോളുണ്ട് അവൻ ജയിച്ച്. 30,000 രൂപയുടെ സമ്മാനങ്ങളുമായി ഗ്രാൻഡ് ഫിനാലയിൽ ഇതാ മുല്ലൂരിന്റെ വിശാൽ ജയിച്ചിരിക്കുകയാണ്. ഇത്ര നേരം ജയിച്ചിരുന്നത് ആരാണ്? അനശ്വരയാണ്. നമ്മുടെ ഗെയിമിന്റെ ഒരു സസ്പെൻസും ത്രില്ലും അതാണ്, ആ സ്വഭാവമാണ്. ഇപ്പൊ പക്ഷെ ഫൈനലിൽ ജയിച്ചിരിക്കുന്നത് നമ്മുടെ വിശാലുമാണ്. അടിച്ചു കയറി ലൂസേഴ്സ് ഫൈനൽ എന്ന് പറഞ്ഞ് നമ്മൾ നടത്തിയ സെഗ്മെന്റില് ആദ്യത്തെ വിന്നർ ആയിരിക്കുകയാണ് വിശാൽ. ഒരു ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുകയാണ് വിശാല്. എന്താണ് ബ്രോയ്ക്ക് നമ്മളടുത്ത് പറയാനുള്ളത്? നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൂ. ഞാൻ തോറ്റ് തുടങ്ങിയതാണ്. സത്യം പറഞ്ഞാൽ ജയിക്കാൻ വേണ്ടിയാണ് ഈ ഗെയിമിന്റെ അതിലോട്ട് പോയത്. പക്ഷെ അതിൽ പോയിട്ടും എനിക്ക് ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ ഞാൻ ഭയങ്കര ബാക്കാണ് ഇപ്പം. എന്നിട്ട് ഇവിടെ ഇത്രയും പേരെ ഫ്രണ്ടില് 30,000 രൂപയിലല്ല, ഇവിടെ ഞാൻ എനിക്ക് എന്തെങ്കിലും ആണ് എന്ന് കാണിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. അടിപൊളിയാ വിശാല. അയ്യോ, ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ. ആളുടെ ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് തന്നെ നമുക്ക് ഭയങ്കര എല്ലാവരും കണ്ടു പഠിക്കേണ്ട ഒന്നാണ്. അടിപൊളി. എനിക്ക് തോന്നിയതേ എന്ത് ജോലി ചെയ്യാനും ഭയങ്കര ഒരു മനസാന്നിധ്യം ഉണ്ട് വിശാലിന്. അത് ഈ കാലത്ത് ഈ ജനറേഷനിലെ കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഇതൊരു മോട്ടിവേഷൻ ആയിരിക്കും. അടിപൊളി. താങ്ക് യു സോ മച്ച് ചേച്ചി. അനശ്വര എന്താണ് അനശ്വരയുടെ എക്സ്പീരിയൻസ് കൂടെ ഷെയർ ചെയ്യുക. അനശ്വര, ഇവിടെ എത്തിയത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അടിപൊളി. അതെ, ഈ ജീവിതത്തിലെ മുന്നോട്ട് ഉയരങ്ങളിലേക്ക് പറന്നുയരാൻ അനശ്വരയ്ക്ക് സാധിക്കട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ് അനശ്വര. അപ്പൊ അടിപൊളിയായിട്ട് മത്സരിച്ച് കട്ടക്ക് പിടിച്ച് നമ്മുടെ അനശ്വരയ്ക്ക് ഒരു കോൺസലേഷൻ പ്രൈസ് നമ്മൾ കൊടുക്കുകയാണ്. 4 വിഷ് മാറ്റേഴ്സ് ഫോർ ഹെൽത്തി സ്ലീപ്പ് നൽകുന്ന ഒരു നല്ല സമ്മാനം ചേച്ചി കൊടുത്തോ. ഒപ്പം തന്നെ ഇന്നത്തെ ഗ്രാൻഡ് ഫിനാലയിലെ വിന്നറായ മുല്ലൂരിന്റെ ഹരിതകർമ്മസേന പ്രവർത്തകൻ നമ്മുടെ വിശാലിന് സർട്ടിഫിക്കറ്റ് ഓഫ് അച്ചീവ്മെന്റ്. അടിപൊളി. അപ്പോ ഇന്ന് സമ്മാനമായി ഇന്ന് ബ്രോ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പോകുന്നത് വേറൊന്നുമല്ല, ഒരു എയർ ഫ്രയർ, ഒരു അയൺ ബോക്സ്, ഒരു കെറ്റിൽ, മിക്സർ ഗ്രൈൻഡർ, ഒരു വാഷിംഗ് മെഷീൻ. അമ്മയ്ക്ക് തുണി നനയ്ക്കണ്ട. കുറച്ച് മുമ്പ് ഒരു ചെറിയ ഗിഫ്റ്റ് നമ്മൾ കൊടുത്തപ്പോ അവൻ എന്നോട് പറഞ്ഞു എനിക്ക് തലേണ മതിയായിരുന്നു, അരി വേണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നിനക്ക് തലേണ വെച്ച് സ്വന്തമായിട്ട് ഇറങ്ങാനല്ലേ, പക്ഷെ ഈ അരിയും കൊണ്ട് ചെല്ലുമ്പോ അമ്മച്ചിക്ക് ഭയങ്കരമായിട്ട് സന്തോഷവും. ഇപ്പൊ അവന് ശരിക്കും സന്തോഷായില്ലേ? അതാ ഞാൻ പറഞ്ഞത് വെയിറ്റ് ചെയ്യും. അമ്മച്ചി ഒത്തിരി സന്തോഷിക്കുവാടാ, നീ ഒരു പ്രൗഡ് സൺ ആണ്. യെസ്, അപ്പോ എംഒടിയിലെ എല്ലാ പ്രിയപ്പെട്ട കാണികൾക്കും അതുപോലെ നമ്മളെ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്കും പങ്കെടുത്ത വിശാലിനും അനശ്വരിക്കും നേരത്തെ വന്ന മത്സരാർത്ഥികൾക്കും എല്ലാം ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു മത്സരം ഇവിടെ കേട്ടനിടുകയാണ്. പക്ഷേ മറ്റൊരിടത്ത് വീണ്ടും 1,05,000 രൂപയുടെ സമ്മാനങ്ങളും ഒരുപാട് കളിച്ചിരികളുമായിട്ട് നമ്മൾ വരും.
This is My G Future Arch Keriva, co-branded by KSFE Harmony Chittigal. And special partner Happy Jam. അടിപൊളി. പതിവിലേറെ കണ്ണുകളിൽ